എന്താക്കണം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് കേട്ടോ. വിശദമായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ തുടങ്ങല്ലേ. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത്. തീർന്നിട്ടില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കൂടുമായി അനിത സുബ്രഹ്മണ്യൻ ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ വീഡിയോ ക്യാമറ ഒക്കെ ഓണാക്കി ഇതാക്കണം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നല്ല മഴ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര മഴ ഉണ്ടായിരുന്നു. ഒരു മിന്നലും ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു. അതിൻ്റെ ആ ഒരു മഴൻ്റെ ആ ഒരു രസം പരിപാടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയത്. ആ മഴ പെയ്തപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു കുളിരുണ്ടല്ലോ, ഒരു ചെറിയൊരു കുളിരുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കുളിരിൽ ഉറങ്ങി ഏതായാലും നടക്കാൻ പോയതൊന്നുമില്ല, അങ്ങനെ ഉണ്ടായത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കിടക്കാനായിട്ട്. പിന്നെ നീച്ച് മണ്ടി വന്നിട്ട് വേഗം അടുക്കളയത്ത് ഇത്തിരി പണികളൊക്കെ കഴിഞ്ഞിട്ട് വേഗം മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ആ കിടക്കണമെങ്കിലും അപ്പോൾ ആ മാനം കണ്ടപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എന്തൊക്കെയോ ഒരു ഇടങ്ങേറ്. അതിന് പിന്നെ വേഗം മണ്ടി പോയി ഫോണൊക്കെ എടുത്ത് തുറന്നിട്ടുണ്ട്. ഞാൻ വേഗം മാനം ഫോട്ടോ എടുക്കാൻ നിൽക്കട്ടെ. ഫോട്ടോ അല്ല, നമ്മൾ വീഡിയോ എടുക്കാനായിട്ടോ. ഇന്നും ഇതാക്കണം മേഘം ഇതാ കറുത്ത് ഉരുണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൊതുവെ ഈ ഒരു പെരുന്നാളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ മഴ പെയ്യുമെന്നില്ലതില്ലേ, വേനൽ മഴ പെയ്യൂലേ. അപ്പം ആ ഒരു മഴ എല്ലായിടത്തും കൂടി പെയ്തു കിട്ടും. ലാസ്റ്റാണ് നമുക്ക് പൊതുവേ എപ്പോഴും അങ്ങനെയാണ് വരല്. അപ്പോൾ ഇക്കൊല്ലം മടിച്ചു തന്നിട്ടില്ല. വീട്ടിലൊക്കെ പെയ്തു, ചാത്തല്ലൂർ എല്ലാവരും പെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്രയല്ലേ അറിയുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അമ്മ അടുത്തേക്ക് വന്നത്. അപ്പോൾ വൈകുന്നേരം ഇപ്പം നല്ല ഗംഭീര മഴയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മഴയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പറയുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ അമർന്നിട്ട് നല്ല സമാധാനത്തിൽ അടിച്ചൊക്കെ വരാൻ പറ്റിയത് ഒരു നേരമായിരുന്നു കേട്ടോ. രാവിലെ മക്കളൊന്നും നീച്ചിട്ടില്ല, ഓലൊക്കെ ഉറങ്ങന്നെയാണ്. മൂപ്പർക്ക് പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് മൂപ്പരെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഞാൻ വേഗം ഒന്ന് മുറ്റടിച്ച് വാരിയിടട്ടെ. അപ്പോൾ മുറ്റത്ത് ഇപ്പോൾ 2 വണ്ടിയൊക്കെ ഉണ്ടായതുകൊണ്ടെന്ന് നമുക്ക് മുറ്റടിച്ച് വരൽ അവിടെ കമ്മിയാണ് കേട്ടോ. ആകെപ്പാടെ ഇത്തിരി കോഴി കഷ്ടിച്ച് മാത്രമല്ലേ മുറ്റേ ഉള്ളൂ നമുക്ക്. അപ്പം ഞാനങ്ങനെ ലക്കാനും ഇല്ലാതെ മുറ്റടിച്ച് വരിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല മഴ പെയ്തെന്ന്. അപ്പോൾ മഴ പെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതാക്കണം ഞങ്ങൾ പുഴയിൽ പോയതാണ് കേട്ടോ. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ലേന്ന്. അപ്പോൾ തൊട്ട് മുന്നേ പുഴയിൽ പോയതാണ്. അങ്ങനെ പുഴയിൽ പോയപ്പോൾ പിന്നെ കുറച്ച് കണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പുഴയിൽ ഇറങ്ങി തിരുമ്പാൻ തുടങ്ങിയപ്പോൾ മഴയോട് മഴ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-5:30 ആയി തുടങ്ങിയേക്കണം കേട്ടോ. അപ്പം മഴ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, പെയ്യുമെന്ന് ഓർത്തിട്ടില്ലായിരുന്നു. പിന്നെ മഴയത്ത് അങ്ങോട്ട് കുളിച്ചു. കുറേ ആയില്ലേ മഴയത്തൊക്കെ ഇങ്ങനെ പുഴയിൽ നിന്നിട്ട് കുളിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കല്ലുണ്ട് കേട്ടോ. 2 ബക്കറ്റ് തിരുമ്പാനും ഉണ്ട്. അപ്പോൾ ഒന്ന് മുങ്ങിയിട്ട്, വെള്ളമാണെങ്കിൽ പെരും ചൂടാണ്, നല്ല ചൂടാണ്. പകലത്തെ ചൂട് മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല തിളക്കണ വെള്ളത്തിൽ കടന്നിട്ടാണ് അവിടെ കുളിക്കാൻ നിൽക്കണത്. തിരുമ്പി കഴിഞ്ഞിട്ടില്ല, ഒന്ന് തിരുമ്പി ഇട്ടെന്നിട്ടാണ് കുളിക്കാനായിട്ട്. അപ്പം ഇവിടെ കുറേ പണി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കൂലേ നമ്മൾ എന്താ പണി മൂപ്പർക്ക്, ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി. പണ്ട് മുതലേ പുഴയെ സംബന്ധിച്ചിട്ടുള്ള ജോലികളാണ് ഇവിടെ മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളത് കേട്ടോ. അപ്പം നമ്മളെ മൂപ്പർക്കും അങ്ങനെ തന്നെയാണ് പണിയുള്ളത്. പണ്ട് ഒരു പാസ് ഒക്കെ ഉണ്ടായ ആ കാലത്ത് മണൽ വാരലായിരുന്നു പണി. പുഴയിൽ നിന്ന് മണൽ വാരി അങ്ങനെ കൊണ്ടുപോകിയായിരുന്നു കേട്ടോ പണി. അപ്പോൾ ഇപ്പോൾ പാസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മണലൊന്നും ഊറ്റാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ മണൽ പണി എന്നല്ല, ഇപ്പം ഉള്ള പണി എന്താ വെച്ചാൽ സ്വർണ്ണം ഇരിക്കലാണ് കേട്ടോ. സ്വർണം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലിയ ഒരു ആനക്കുട്ടി കിട്ടുമൊന്നുമില്ല, ഒരു ഇത്തിരിയൊക്കെ പൊന്നരിച്ചിട്ട് കിട്ടണതാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ പണി, കുറേ ദൂരത്തുനിന്ന് വരുന്നുണ്ട്. അറിയാലോ, ചാടിയാറിലാണ് പൊതുവേ ഈ സ്വർണ്ണത്തരികൾ കൂടുതലുള്ളത് ഞാൻ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പം നേരെ ഇപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ നമുക്ക് ഇങ്ങനത്തെ പണിയായിട്ട് കേട്ടോ. ഇത് പിന്നെ ഒരു കേരള ലോട്ടറി പോലെയാണ്, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, അമ്മാതിരി പണിയാണുള്ളത് കേട്ടോ. ചിലപ്പോൾ അതൊക്കെ കൂലി വെക്കും, ചിലപ്പം കൂലി വെക്കൂല കേട്ടോ. ഒന്നുമില്ലാതെ പോയ ദിവസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളെ മൂപ്പരെ പണി. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ പണി. അതിൻ്റെ സാമഗ്രികളാണ് ഈ കാണുന്നതൊക്കെ. അപ്പം അത്ര തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് അങ്ങ് കാണിച്ചു തരാൻ പറ്റുമോ വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാനങ്ങനെ വെയിലത്തേക്ക് പൊതുവേ ഭയങ്കര വെയിലേക്കാരം ഇവിടെ. അപ്പോൾ വെയിലിൻ്റെ മടി കാരണമാണ് ഞാൻ ഇതൊന്നും വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അവനെ പൊന്നരിക്കുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ നമ്മളെ ചാലിയാറിലാണ് കുറച്ച് പൊന്നിൻ്റെ തരി കാണലുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അതപ്പോൾ പുഴയിൽ വന്നപ്പോഴാണ് ഇപ്പോൾ പറയാൻ ഓർമ്മ വന്നത്. മൂപ്പർക്ക് വല്ല കള്ളക്കടത്തോ കക്കോ എന്നല്ല, ഇതാണ് പണി. അങ്ങനെ ആ ഒരു പണിയിലാണ് ഇന്നിപ്പോൾ. ഏതായാലും
ഇടി മഴയൊക്കെ വരുന്നതുകൊണ്ട് വേഗം നിർത്തി പോകുന്നതാണ് കേട്ടോ. ഒരു 2-2:30 ആയപ്പോൾ ഇതിന് നിർത്തി പോകുന്നതാണ്. ഒരു 6-6:30 7 മണിയാകുമ്പോൾ ഇങ്ങോട്ട് പുഴയിലെത്താൻ 2-3-4 മണിയാകുമ്പോൾ തിരിച്ച് കയറി പോരും ചെയ്യും കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ചോറുന്നാനൊക്കെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരാം. എവിടെ എത്തി വിഷയം ചോദിച്ചാൽ മുറ്റടിച്ചു വരലും കുളിയും തേവാരമൊക്കെ ആണ് കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരം പുഴയ്ക്ക് പോകുമ്പോൾ പിന്നെ പിറ്റേന്ന് രാവിലെ തിരുമ്പാൻ കമ്മിയാവും. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു കക്കക്കുളി അങ്ങോട്ട് കുളിക്കലാണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചു. പുട്ടും ചെറുപയറേന്ന് ചായക്ക് കടി, പിന്നെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു. അങ്ങനെയാണ് നമ്മൾ രാവിലത്തെ മെനു പോണത് കേട്ടോ. അപ്പോൾ അത് നല്ല സന്തോഷത്തോടെ ചായ കുടി കഴിഞ്ഞു. നീ പോക്കോ, നീ ഇല്ല ചേച്ചിനെ ഉണ്ടാക്കല്ല. അമ്മി വാ, കമോൺ, പൊക്കോ മതി ഗൈസ്. വല്ലതാ കണ്ണാടിയിൽ നോക്കുന്നു. പൗറത്തിയാളെ വാ, ഞാൻ പീടിയൊക്കെ ഉണക്കി. അരിയില്ല, തൈര് വേണം. കോലുമുട്ടായോ? കണ്ടോ അവിടെ ആക്കണു. മുഫീദ ആൻ പാർട്ടി നിൽക്കണു. ഞാൻ വരുന്നുണ്ടാണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനോട് വരുവേ, ഹായ് കൊടുക്കാനല്ലേ ഞാൻ വരുന്നുണ്ടേ. ഞാൻ തീർച്ചയായും നിങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഹായ് ഫ്രണ്ട്സ്, പറഞ്ഞോളി. ആരും പേടിക്കണ്ട. ചേടാ ഇംഗ്ലീഷ് മീഡിയത്തെ കുട്ടികളാണ്, ഓൾക്ക് ഹായ് ഫ്രണ്ട്സ് പറയാൻ അറിയില്ല ഗൈസ്. കണ്ടോ ഈ നിച്ചുനും മറ്റോനും കണ്ടോ ഗൈസ്. ഇവര് സ്കൂളിൽ പോവുകയാണ്. ഓല് LKG UKG LKGയാ UKG UKGക്ക് പോകുക. നീരായിട്ട് കുട്ടീനെടുക്കാൻ തന്നിട്ട് കണ്ടോ. ഇനി ഞങ്ങളെ ബസ് വരുമ്പോ എടുക്കാട്ടോ. വെള്ളം പാത്രമൊക്കെ എടുത്താ അവിടെ. പിന്നെ ഉച്ചക്കൽ വെക്കാൻ അരി ഇല്ലായിരുന്നു. അപ്പോൾ പീടിയെ പോയിട്ട് അരി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ വാങ്ങി വന്നു. വേഗം ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചു. ഇനി അരി ഇടാൻ നിൽക്കട്ടെ. ഇനി അങ്ങനെ തട്ടും മുട്ടും നിന്നാലുണ്ടല്ലോ ഭയങ്കര സ്വീപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഫോൺ എടുക്കും. ഫോണിൽ പിന്നെ റീൽസ് കാണും, പിന്നെ സ്കിപ്പ് ചെയ്യും, സ്ക്രോൾ ചെയ്യും. അങ്ങനെ നേരെ പോകും. അപ്പോൾ അതൊന്നും വേണ്ട വിചാരിച്ചാൽ ഞാൻ ക്യാമറ വേഗം എടുത്തിട്ട് നമ്മളെ ട്രൈപോഡ്മേലാണ് തൂക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് അനക്കൂല കേട്ടോ. ഇനിയിപ്പോൾ അമ്മന്ന് തോണ്ടൽ പരിപാടി ഉണ്ടാവില്ലല്ലോ വെച്ചിട്ടാണ്. അത് ഒരു പേടി കാരണം വെച്ചതാണ് കേട്ടോ. നിലത്ത് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ വേഗം എടുത്താണ്ട് നോക്കും. നമ്മളെ സബ്സ്ക്രൈബർ എത്ര ആയി നോക്കും, കമൻറ്റ് വന്നിക്കണോ എന്ന് നോക്കും. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കാൻ മടിയായത് കാരണം. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിയിരുന്നിട്ടോ. ഇതിപ്പം ഈ ഒരു മീനിന് എന്താ പറയുക ചോദിച്ചാൽ, എന്താ ഇപ്പം ചോന്ന മീനല്ലേ. ചോന്ന മീനിന് ഇപ്പം ഞങ്ങൾ എന്താ പറയുക, പുതിയാപ്പിളക്കോര എന്നാ പറയൽ കേട്ടോ. നമ്മൾ പുതിയാപ്പിളക്കോര എന്നാ പറയൽ. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്താപ്പം പനി പറയാം, ചെമ്പല്ലി അല്ല വേറെന്തോ പറയുമല്ലോ. അങ്ങനത്തെ ഏതായാലും പുതിയാപ്പിളക്കോര ഒന്നും പൊതുവേ ഞങ്ങൾ പറയൽ. അപ്പോൾ ആ ഒരു മീൻ വാങ്ങിയിട്ടുണ്ട്. ആ ഒരു മീൻ തിന്നാനൊക്കെ നല്ല രസം കേട്ടോ. പറഞ്ഞിട്ട് എന്താ കാര്യം, ഭയങ്കര മുള്ളയിക്കാരം, നല്ല മുള്ളയിക്കാരം. ചാറ് വെക്കാനൊന്നും പറ്റൂല. നല്ല പൊരിച്ചാൽ അടിപൊളി ടേസ്റ്റ് ചെയ്യിക്കാരം. അപ്പോൾ ഞാൻ ചോദിച്ചു 2 മാങ്ങ ഉണ്ട്. നമ്മൾ ആ ഒരു നോമ്പിന് വാങ്ങിയില്ലേ, കുറച്ച് മാങ്ങ വാങ്ങിയിരുന്നു. അപ്പോൾ അതിന്ന് 2 മാങ്ങ ഉണ്ട്. ഇതിപ്പോൾ വേറെ ഏതോ ടൈപ്പ് മാങ്ങയാണ്. ആ കടയിൽ നിന്നൊക്കെ വാങ്ങിയാണ്. നാരില്ലാത്ത മാങ്ങ ഉണ്ടല്ലോ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പേരെന്തൊക്കെയാ അറിയില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഇന്ന് ഒന്നിൻ്റെയും പേരറിയില്ല. അപ്പോൾ ആ മാങ്ങ വെച്ചിട്ട് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് കാച്ചാലോ എന്ന് വിചാരിച്ചിട്ടു. എനിക്ക് നല്ല ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി കൂട്ടി ചോറ് തന്നെ. മീൻ പൊരിച്ചും കൂടി ആയാലും ഉഷാറായി, ഗംഭീരമായി. അപ്പോൾ അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടോ. ഈ ഒരു മാങ്ങ പറ്റൂല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അത് പൂതിയും പീറയും കാരണം ഞാൻ ഈ ഒരു മാങ്ങ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മണത്തിട്ടാണെങ്കിൽ സ്വർഗം കാണുന്നൊരു മണം തന്നെയുണ്ട് ഈ ഒരു മാങ്ങൻ്റെ മണം. അപ്പം ഏതായാലും ഇതിനോട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് വേഗം ഒന്നൊരു തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോഴാണല്ലോ ഈ ഒരു പുളിശ്ശേരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പം നാടൻ മാങ്ങ കൊണ്ട് വെക്കുമ്പോഴാണ് ഈ ഒരു മാങ്ങേൻ്റെ പുളിശ്ശേരിക്ക് മാങ്ങാപ്പുളിശ്ശേരി എന്നാണ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഇതൊക്കെ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങണ മാങ്ങ ആയതുകൊണ്ട് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അങ്ങനെ കൂട്ടാം, അത്ര തന്നെ ഉള്ളൂ. പൂതിക്ക് ഇപ്പം അതൊക്കെ മതിയല്ലോ. അപ്പം അങ്ങനെ 2 മാങ്ങ ഉണ്ടായിരുന്നു. മക്കൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ഞാൻ ഇന്നലെ ഞാനും പാത്ത് വെച്ചതാണ് കേട്ടോ. ആ ഒരു അരിൻ്റെ ഇടയിലൊക്കെ പാത്ത് വെച്ചതാണ്. അല്ലെങ്കിൽ മക്കളെടുത്ത് തിന്നും. അത് പേടിച്ചിട്ട് ഞാൻ പാത്ത് വെച്ചായിരുന്നു. ഇന്ന് അപ്പോൾ അത് പുറത്തെടുത്തത്.
ഇതിപ്പോൾ ഞാൻ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് വേണം നമുക്ക് അരി ഇടാൻ. അരി അടുപ്പത്ത് ഇട്ടിട്ട് വേണം മീൻ നന്നാക്കാൻ പോകാനായിട്ട്. അങ്ങനെ എല്ലാ പണികളും ഈ ഒരു 2 കൈകൾ കൊണ്ട് എടുക്കണം കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ എന്തെത്താ എനിക്ക് ഇത്ര പണി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ വന്ന് നോക്കിയാൽ അറിയും നമുക്ക് എന്താ പണി എന്നുള്ളത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പറയുന്നവരോട് എടുക്കാൻ പറഞ്ഞാലുണ്ടല്ലോ ഓല് തൂഫാനാകിയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ആരോടത്തേക്കും ഇങ്ങനെ സാധാരണ ഇങ്ങനെ എടുക്കുന്നവരടുത്തേക്കും ആദ്യം ചോദിക്കാനേ പാടില്ലാത്തൊരു ചോദ്യമാണത്. പക്ഷേ ഓൾക്ക് അതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനും ഉണ്ടാവില്ല. ഏതാ ചോദ്യം ചോദിച്ചാൽ എന്തെത്താണ് എനിക്ക് ഇത്ര പണി എന്നുള്ളത്, പെരേ കുത്തിരിക്കല്ലേ എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനെ മുടി നീച്ചിക്കൂലേ. പൊതുവേ എല്ലാവർക്കും അങ്ങനെ തന്നെ. കാരണം മുടി നീച്ചിക്കണ വർത്താനേ നാട്ടുകാർക്ക് ചോദിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും നമ്മൾ കേൾക്കണ്ട. ഒരു 2 ചെവി പഠിച്ചോന്ന് നിൽക്കണമല്ലോ. ഈ ഒരു ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ വിട്ടാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്, ഇന്നത്തെ നമ്മളെ റെസിപ്പി അറിയുകയാണെങ്കിൽ ഇത് തന്നെയാണ് റെസിപ്പി. മാങ്ങ കൊണ്ട് പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് തന്നെയാണ്. നല്ല ടേസ്റ്റില്ല കേട്ടോ. നല്ല നാരില്ല മാങ്ങകളാണെങ്കിൽ അടിപൊളിയായി. കാരണം അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും കറിവേപ്പിൻ്റെ ഇലയും 2 മാങ്ങയും കൂടി ഇട്ടിട്ട് ഇത്തിരി വെള്ളം പറഞ്ഞിട്ട് അവിടെ ഗ്യാസുമ്മ മൺകലത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി ഇട്ടിട്ട് തന്നെ ഞാൻ പുതിയാപ്പിളക്കോര നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ വേഗം നന്നാക്കട്ടെ. കാക്ക, പൂച്ച, കൊക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളെ ചുറ്റുവറ ഉണ്ടാവും മീൻ നന്നാക്കുമ്പോൾ. കൊക്ക് വരെ വരലുണ്ട്, ഒരു ചാരക്കൊക്ക് വരലുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ബലിക്കാക്കയാണ് വന്നിട്ടുള്ളത്. നല്ല കറുത്ത കളറിലെ കാക്കല്ലേ. അതിനെ കാണുമ്പോൾ നമ്മൾ മരിച്ചു പോയവരൊക്കെ വരികയാണെന്ന് ഒരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഞാൻ സങ്കടപ്പെടുത്താതെ എല്ലാവരും തലയും പാലും ചെളുക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പോൽക്കൊരു സന്തോഷമായിട്ട് വെച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള കോഴിക്കളൊക്കെ ഉണ്ട്, പൂച്ചാളുണ്ട്, ഒരു വരിക്കിൽ നടക്കണ്, കൊക്ക് ഇതാക്കണ 1-2 കൊക്ക് അവിടെ ഉണ്ട്, കാക്കാളുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ വന്നിരിക്കണത് എന്താ വെച്ചാൽ ഭയങ്കര വെയിലാട്ടോ. ആ പൈപ്പിൻ്റെ സൈഡിലാണെങ്കിൽ ഭയങ്കര വെയിലാണ്. വെയിലാകുമ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ തല പൊട്ടിപ്പൊളി കേട്ടോ. പിന്നെ എനിക്ക് 2 ദിവസത്തിന് തല ഒന്നിക്കാൻ പറ്റൂല. അപ്പോൾ മറ്റുള്ള ഇതാ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവളോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വെള്ളം വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ നന്നാക്കി അടിപൊളിയാക്കി സെറ്റപ്പാക്കി ഇനിയിപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. അപ്പോൾ അതിന് നമ്മളെ കറി അവിടെ വന്നിട്ടുണ്ട്. കറിയല്ല, നമ്മളെ 2 മാങ്ങല്ലേ, ആ മാങ്ങ വന്നിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് വന്നിക്കണ്. അപ്പോൾ അതിക്ക് തേങ്ങ അരക്കണമല്ലോ. അപ്പോൾ ഓളോട് ചിരകാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിന് ഓളെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഓളെ വിളിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. കണ്ണന് രാവിലെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ UP കുട്ടികൾക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ, പരീക്ഷ തുടങ്ങിയിട്ടില്ല. അവർക്കിപ്പം ഇനി 18-ാം തീയതി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പരീക്ഷ തുടങ്ങണത്. ഏതായാലും മക്കളൊക്കെ വലിയതായിട്ടോ, വലിയ ക്ലാസ്സിലൊക്കെ ആയി തുടങ്ങി. അപ്പം അതവിടെ കേട്ടോ. നമ്മളെ പുളിശ്ശേരിൻ്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്, നല്ല ഉഷാറായി വന്നു. അതിക്ക് ഞങ്ങൾ ഇത്തിരി തേങ്ങയും ഇത്തിരി ചെറിയ ജീരകവും കൂട്ടിയിട്ട് നല്ല നൈസായിട്ടാണ് അരച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ മാങ്ങൻ്റെ വിഷയം പറയുകയാണെങ്കിൽ നല്ല മധുരമല്ല മാങ്ങ കേട്ടോ. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വരുന്നത് നല്ല കുത്തി വെച്ച് നല്ല ഉഷാറായിട്ട് കുത്തി വെച്ച് ഉണ്ടാക്കി വരുന്ന മാങ്ങ, നല്ല മധുരമൊക്കെ കയറ്റി ഇട്ടിട്ടാണ് മാങ്ങ വരുന്നത് അല്ലേ. അപ്പോൾ നാടൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയേക്കാരം ഈ ഒരു പുളിശ്ശേരി നന്നാവും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. അതിങ്ങനെ കൂട്ടി ചോറിലൊക്കെ കൂട്ടി തിന്നുമ്പോൾ തന്നെ നല്ല രസമുണ്ടാണ്. നമ്മളെ ഈ തൊടുകൂടിയും പറമ്പുകൂടിയും എല്ലാം മാങ്ങ കൊണ്ട് ഉണ്ടാക്കണം, അതാണ് രസം. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു മാങ്ങ തിന്നാൻ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ 2 മാങ്ങ മാത്രം ഇട്ട് വെച്ച് എന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എൻ്റെ പുതിയാപ്പിളക്ക് ഇതൊന്നും പറ്റൂല കേട്ടോ. ഈ പുളിവർഗ്ഗത്തിനോട് മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ മൂപ്പർക്ക് വല്ല താളിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. മുരിങ്ങ താളിക്കുക, തക്കാളി താളിക്കുക, പപ്പടം താളിക്കുക, അങ്ങനെ എന്തെങ്കിലും താളിപ്പ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ രാവിലത്തെ പുട്ടിക്കില്ല ചെറുപയർ കുറച്ച് അവിടെ ഉണ്ട് ബാക്കി. അപ്പോൾ അതൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുളിയില്ലാത്ത ഏതൊരു കറിയും മൂപ്പര് കൂട്ടും. ഇറച്ചി, മീൻ അങ്ങനത്തെ കറികളൊക്കെ കൂട്ടും. പുളിവർഗ്ഗത്തിൽ പെട്ട ഒരു കറിയും കൂട്ടൂല കേട്ടോ. ഞാൻ പിന്നെ ഇരട്ടിപ്പണി എടുക്കണം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കണത് എന്താ വെച്ചാൽ എൻ്റെ ഒരു പൂതിക്കും വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കണത്. ഉമ്മക്കും ഉണ്ടല്ലോ പൂതിയും ഒക്കെ, എല്ലാ കാര്യങ്ങൾക്കും പൂതി ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു വണ്ടി ഓട്ടിക്കാനാണെങ്കിലും വേറെ എന്തെങ്കിലും ഡ്രസ്സിനാണെങ്കിലും വേറെ ട്രിപ്പ് പോകാനോ ഭക്ഷണം പുതിയത് ഉണ്ടാക്കാനോ ഡ്രസ്സ് എടുക്കാനോ എല്ലാത്തിനും നമുക്ക് ഒരു പൂതി ഉണ്ടാകുമല്ലോ അല്ലേ. നമ്മളെ കെട്ടിച്ച് വിട്ടിക്കണേ, നമുക്ക് കുട്ടികളായിക്കണം, 3 കുട്ടികളായി, തള്ളയായി, അങ്ങനെ മുടി തരച്ചെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പൂതിയും കാര്യങ്ങളും എങ്ങോട്ടും പോകുന്നില്ല. നമുക്കും ഉണ്ടാവും, മരിച്ചോളം വരെ നമുക്കും പൂതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നടക്കുകയോ നടക്കൂലെന്നില്ലത് പിന്നെ ഉള്ള കാര്യമല്ലേ. പക്ഷെ പൂതി ഉണ്ടാവും കേട്ടോ മനസ്സിൽ. അപ്പോൾ ഇനിതാ ഈ ഒരു മാങ്ങയൊക്കെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തല്ലേ, ഇനി ഇത്തിരി തൈര് ചേർക്കട്ടോ. തൈരും കൂടി ചേർത്താൽ നമ്മളെ ആ ഒരു തീ ഒന്ന് ഓഫാക്കി വെക്കണം. അപ്പോൾ പിന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ആകെപ്പാടെ പിരിഞ്ഞു പോകുള്ളൂ. അപ്പം ഒന്ന് തിളപ്പിക്കാനൊന്നും നിൽക്കാനുണ്ട്. ആ ഒരു ചൂട് തന്നെ ഉണ്ട്. ആ ഒരു മൺചട്ടിയിലായതുകൊണ്ട് ആ ഒരു ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ ചൂടിൽ കടന്നിട്ടാണ് അങ്ങനെ തിളച്ചോളും. പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മീൻ പൊരിക്കുന്നുണ്ട്. മീൻ നല്ല ഉഷാറായിട്ട് പൊരിക്കുന്നുണ്ട്. നമ്മളെ പുതിയാപ്പിളക്കോര പൊരിച്ചെടുക്കട്ടെ. അപ്പം അങ്ങനെ മാമ്പഴ പുളിശ്ശേരിയും മീൻ പൊരിച്ചും എന്തെങ്കിലും താളിക്കാനാണെങ്കിൽ അതും ഒക്കെ പാടായിട്ട് ഉച്ചക്കത്തെ ചോറ് ഉഷാറായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
മീൻ പൊരിക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴാണ് മൂപ്പര് ചോറുന്നാൻ വന്നിട്ടോ. പൊതുവേ 2 മണിയായാലും ചോറുന്നാൻ വരാത്ത ആൾ ഇന്നൊരു 12:45 തന്നെ ചോറുന്നാൻ വന്നിക്കണേ. അപ്പം നമുക്കൊരു ബേജാറാവില്ല. പിന്നെ മീൻ പൊരിക്കലേന്ന്. പിന്നെ രാവിലത്തെ ആ ഒരു പുട്ടിക്കുള്ള ചാറൊക്കെ കൂട്ടിയിട്ടാണ് മൂപ്പർക്ക് ചോറ് കൊടുത്തത്. അപ്പോൾ ചോറ് ഇതാ ഇവിടെ ഇരുന്ന് തന്നെ തിന്നുകയാണ്. പുഴയിൽ നിന്ന് വണ്ടി കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കൊടുക്കട്ടെ. അങ്ങനെ തോനെ ചോറൊന്നും ആ ഉച്ച നേരത്ത് തിന്നൂല കേട്ടോ. പിന്നെയും ചോറ് തിന്നലേ എപ്പോഴാണ് ചോദിച്ചാൽ രാത്രിയാണ് സമാധാനത്തോടു കൂടി. കറി വറവിടി കണ്ണപ്പ വരും. ആ മത്തൻ വന്നിക്കണ നോക്കിയടി, മത്തന് വന്നിക്കണ നോക്ക്. ആ പോയി പണി വെക്ക്, വെന്തുകണ നോക്ക്. ഒരു കാര്യം പറയുമ്പോൾ അപ്പപ്പ കേൾക്കണം. അങ്ങനെയാണ് നല്ല കുട്ടികൾ. കൊണ്ടാടെ പോണതാ, കൊണ്ടാടെ പോണ. ആ അച്ഛനോടെ വെളുപ്പായിക്കണേ. ബിസ്കർക്കുട്ടനാ പോണേ. ബിസ്കർക്കുട്ടൻ വരുമ്പേലില്ലേ? മഴ വരുവോ? ആ 10 മണിയിൽ കുറേ പൂവായി. ജോലിക്ക് വീണ്ടാമതും പോവാണ്. കോഴിക്കാട്ടം കോരുന്ന മൂപ്പരാടാ. നമ്മക്കത് മൂപ്പരനാണ് ഇവിടുത്തെ കാട്ടൊക്കെ കോരല്. മൂപ്പരനാണ് ഇവിടുത്തെ കോഴിക്കാട്ടൊക്കെ കോരല്. ഞങ്ങളങ്ങനെ കോഴിക്കാട്ടം കോരാറില്ല. മൂപ്പരത് കോഴിക്കാട്ടൊക്കെ കോരിയിട്ട് എവിടെ കണ്ടാലും ഞങ്ങളെ കണ്ടില്ല എന്നടിച്ച് പോവല്ല. ഞാനും ഇവളും ഇവളെ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്കതൊരു അർപ്പാണ്. കോഴിയുടെ മുട്ട ഞങ്ങൾ തിന്നും, കോഴിക്കാട്ട് ഞങ്ങൾ കോരില്ല. അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. അതാ പോകുന്നു വെള്ളം എടുത്തില്ലേ? അതാ പോകുന്നു. ഡാഡ പണിക്ക് പോകുന്നു. ഗായ്സ് ഫുഡ് കഴിച്ച് ഇടി നമ്മളെ മാമ്പഴ പുളിശ്ശേരി പോയാണ്ടേ വറവിട്. കടുക് കറിവേപ്പിൻ്റെ ഇല തർക്കിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് വറവിട്ടിരിക്കണം കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാക്കും കൂട്ടാനുള്ള ചാറല്ലേ. അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് വറവിട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. നല്ല മീൻ പൊരിച്ചുകൊണ്ട് നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ ചോറിറ്റാൻ തുടങ്ങിയാലോ? ഇവിടെ പൈക്കുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഇന്നെ വീഡിയോ എടുക്കാനയക്കാതെ ഫോട്ടോ എടുക്കാനയക്കാതെ. ഗായ്സ് ഇവൾ നമുക്ക് മമ്പയറിൻ്റെ ചെറുപയറിൻ്റെ ഉപ്പേരി വേണ്ട. കഴിക്ക്. മാങ്ങയൊക്കെ കൂടെ കോരിക്കൊണ്ടുവന്നു. അങ്ങനെ രണ്ടാളും ചോറൊക്കെ വിളമ്പി കൊടുത്ത് മേശമ്മലിരുന്ന് TV ഒക്കെ വെച്ച് ഇനി ഒരു സമാധാനത്തോടു കൂടിയില്ല ചോറീറ്റിയാണ് നടക്കണത്. 2 മീൻ എടുത്തിക്കണ്. പിന്നെ കുറച്ച് ചെറുപയറുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ. അതൊന്നും പറ്റിച്ചാണ് മത്തനിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടിക്കൊഴിച്ചിട്ട് ഒരു ചോറീറ്റുണ്ട്. അതാണ് രസം. നല്ല രസമല്ല, ഒരു മടുക്കാത്തൊരു പരിപാടി. എന്താ ചോദിച്ചാൽ എനിക്ക് ഇതാക്കണത് തിന്ന് തന്നെയാണ് കേട്ടോ. തീറ്റാന്ന് പറയുന്നത് ഒരു മടുക്കൂലല്ലോ. അപ്പം ഞാൻ ചോറൊക്കെ തിന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.